റോഡ് ഷോ ആണ് ഇന്ന് DCCയുടെ മുന്നിൽ നിന്ന് ആരംഭിച്ചത്. നമുക്കൊപ്പം ബിന്ദു കൃഷ്ണ തന്നെയുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. ആത്മവിശ്വാസമാണ് ഇങ്ങനെ ഇറങ്ങാൻ അങ്ങ് തീരുമാനിച്ചത്? തീർച്ചയായും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ നേതാക്കന്മാരും പാർട്ടിയുടെ നേതാക്കന്മാരും അനുഗ്രഹ ആശംസകളോടുകൂടി കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുകയാണ്. എം മുകേഷ് MLA പറഞ്ഞത് ഇവിടെ 10,000-ലധികം ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ വികസന തുടർച്ചയ്ക്ക് വോട്ട് കിട്ടുന്നതാണ്. എന്താ തോന്നുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങും അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. കഴിഞ്ഞ 5 വർഷമായി MLA എന്ന നിലയിൽ അപൂർവമായി മാത്രം വന്നു പോകുന്ന അദ്ദേഹത്തിന് ഇവിടുത്തെ പൾസ് അത്രയും അറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തെ. പക്ഷേ പൊതുജനങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിലെ വ്യത്യസ്ത ജീവിത ശ്രേണിയിലുള്ള പ്രിയപ്പെട്ടവർ അവർ ചേർന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2021 അവർ ജയിപ്പിച്ചു വിട്ട MLA ഇവിടെ ഇല്ലെങ്കിലും നേരിയ വോട്ടിന് പരാജയപ്പെട്ട വ്യക്തി എന്നതിൽ ഞാനും നമ്മുടെ മുന്നണിയും മുഴുവൻ സമയം നിയോജകമണ്ഡലത്തിൽ ജനങ്ങളുടെ ഒപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ കുടുംബാംഗത്തെ പോലെ ഉണ്ടായിരുന്നു. പ്രതീക്ഷയുണ്ട്. തീർച്ചയായും വലിയ പ്രതീക്ഷ. ആ ജനങ്ങളുടെ പകർന്നു തരുന്ന ആത്മവിശ്വാസമാണ് ഈ പ്രചാരണത്തിനും പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് മത്സരത്തിനും എല്ലാം എനിക്ക് കരുത്തു പകരുന്നത്. കൊല്ലം മേയർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ വലിയ അട്ടിമറിയാണ് കൊല്ലം നഗരസഭയിൽ നേടിയത്. കോർപ്പറേഷൻ പിടിച്ചടക്കി. അതുപോലെ കൊല്ലം നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാനാകുമോ? എന്താണ്? ഒരു സംശയവും വേണ്ട. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞത് കൊല്ലം ഇപ്രാവശ്യം ഞങ്ങൾ ഏറ്റെടുക്കും, കൊല്ലം കോർപ്പറേഷൻ UDF ഭരിക്കും എന്ന് അന്ന് പറഞ്ഞതുപോലെ അതേ ഒരു സാഹചര്യം കൊല്ലം നിയോജകമണ്ഡലത്തിൽ നിൽപ്പുണ്ട്. കേരളത്തിൽ UDF വരും, UDF ഭരണമുണ്ടാകും. കൊല്ലത്ത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമായൊരു തരംഗമാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമായി കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്, കോൺഗ്രസ് ക്യാമ്പൊക്കെ ഉള്ളത്. സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല, വലിയ തർക്കങ്ങളുണ്ട്. പക്ഷേ കൊല്ലത്തെ കോൺഗ്രസിന് ഒരു ആശങ്കയുമില്ല. സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ അരുൺ.